ഹായ്, വെൽക്കം ടു യുവർ ന്യൂ ചാനൽ. അപ്പൊ ഇന്ന് കയ്യിലുള്ളത് നെഞ്ചക്കാണ്. നെഞ്ചക്കിന്റെ ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇതിന്റെ മുന്നേ പ്രത്യേകം പറയാനുള്ള കാര്യം, ഈ ഒരു ചാനലിൽ വരുന്ന ഒരൊറ്റ വീഡിയോ പോലും ആരും മിസ്യൂസ് ചെയ്യരുത്. കാരണം മാർഷൽ ആർട്സ് കണ്ടന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ മിസ്യൂസ് ചെയ്യുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും വരിക. അതുകൊണ്ട് അതാരും ചെയ്യരുത്. അപ്പോൾ പിന്നെ പറയാനുള്ളത്, നെഞ്ചക്ക് വാങ്ങുന്ന സമയത്ത് ഒരിക്കലും ഇതുപോലെയുള്ള മരത്തിന്റെ വുഡൻ വെയിറ്റ് കൂടിയ നെഞ്ചക്കുകൾ, അതുപോലെ സ്റ്റീലിന്റെ ഒക്കെ വെയിറ്റ് കൂടിയ നെഞ്ചക്കുകൾ ഉണ്ടാവും. അതാരും വാങ്ങി ഉപയോഗിക്കരുത്. പ്രാക്ടീസ് ചെയ്യാനും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അതുപോലെ തന്നെ സ്കില്ലുകളൊക്കെ പെട്ടെന്ന് ചെയ്യാനും ഏറ്റവും നല്ലത് വെയിറ്റ് കൂടിയ നെഞ്ചക്കുകളാണ്. പക്ഷേ ആരും അത് വാങ്ങരുതെന്ന് പറയാനുള്ള കാരണം, തുടക്കക്കാർ ഇത് ക്യാച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ക്യാച്ചൊക്കെ മിസ്സായിട്ട് ശരീരത്തിൽ തലക്കും ഫേസിനും ഒക്കെ അടിക്കൊള്ളാൻ, കണ്ണിലേക്കൊക്കെ ചിലപ്പോൾ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം വെയിറ്റ് കൂടിയ വെപ്പണുകളാണെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള ഇഞ്ചുറികളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തുടക്കക്കാരും തന്നെ വെയിറ്റ് കൂടിയ നെഞ്ചക്കുകൾ വാങ്ങരുത്. ഫോമിന്റെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള നെഞ്ചക്കുകൾ കിട്ടും, അത് വാങ്ങി പഠിക്കാൻ ശ്രമിക്കണം എന്ന് നിർത്തിക്കൊണ്ട് കാര്യത്തിലേക്ക് കടക്കാം. ഇനി നിങ്ങൾ വേണ്ടത്, നെഞ്ചക്കിന്റെ ഫസ്റ്റ് മൂവ് ചെയ്യാൻ തുടക്കക്കാർക്ക് മാത്രമുള്ള വീഡിയോ ആണ്. അല്ലാത്ത ആളുകൾ നെഞ്ചക്കിന്റെ പല ഭാഗത്തും ക്യാച്ച് ചെയ്യാം. പക്ഷെ തുടക്കക്കാർ നെഞ്ചക്കിന്റെ ഈ ഒരു ഭാഗത്തെ ക്യാച്ച് ചെയ്യാവൂ. എക്സ്പേർട്ടായ ആളുകൾ ഈ ഒരു ഭാഗത്ത് ക്യാച്ച് ചെയ്തുകൊണ്ടാണ് പല കാര്യങ്ങളും നെഞ്ചക്ക് കൊണ്ട് ചെയ്യുക. പക്ഷേ തുടക്കക്കാർ ഒരിക്കലും അങ്ങോട്ട് പോകരുത്. ഇവിടെ തന്നെ വേണം ക്യാച്ച് ചെയ്യാൻ. കാരണം ഈസി ആയിട്ടുള്ള ക്യാച്ചിന് വേണ്ടിയാണ് അത് പറയുന്നത്. ഈ രീതിയിൽ ക്യാച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഈ രീതിയിൽ ക്യാച്ച് ചെയ്യുക. അതോടുകൂടി തന്നെ നെഞ്ചക്കിന്റെ ഒരു സ്റ്റിക്കാണ് ക്യാച്ച്, മറ്റേ സ്റ്റിക്ക് ഇതുപോലെ തൂക്കിയിട്ട് വേണം ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്നുള്ളത്, നെഞ്ചക്ക് ക്യാച്ച് ചെയ്യുന്നത് ഓവർ ടൈറ്റ് ചെയ്തുകൊണ്ടോ പറ്റ ലൂസാക്കിക്കൊണ്ടോ അല്ല വേണ്ടത്. ലൈറ്റ് ആയിട്ടൊരു പവർ കൊടുത്ത് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ എൽബോ ജോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിവർത്തി ഇങ്ങനെ ക്യാച്ച് ചെയ്യരുത്. ശരീരത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചും ക്യാച്ച് ചെയ്യരുത്. ഒരു നോർമൽ ലെവൽ ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം വേണം ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് ക്യാച്ച് എന്നുള്ളത്, ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം ഇവിടുന്ന് നേരെ മുന്നോട്ട് മേലോട്ട് ഈ ഒരു രീതിയിൽ നേരെ കൊണ്ടുവന്ന് ക്യാച്ച് ചെയ്യും. ക്യാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നേരെ ഇങ്ങനെ കൊണ്ടുവരരുത്. കൊണ്ടുവന്ന പുറത്തേക്കാവും പോവുക. അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് നേരെ വന്നിട്ട് മുട്ടും കൈക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് അടി കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി കൈ കുറച്ച് വിടർത്തി വെക്കുക. ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം ഓവർ നിവർത്തിയിട്ടല്ല, ഇങ്ങനെയല്ല, ഈ ഒരു ലെവലിൽ വെച്ചതിന് ശേഷം പോകുന്ന സമയത്ത്, സ്റ്റിക്ക് ബാക്കോട്ട് പോകുന്ന സമയത്ത് കൈ ഒന്ന് ഇങ്ങോട്ട് വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു രീതിയിൽ തന്നെ ഫ്ലോ വരണം. ഈ സ്റ്റിക്കും ഈ ചെയിനും ബെൻഡായി ഇങ്ങനെയൊന്നും പോകാതെ സ്ട്രൈറ്റ് രണ്ടും ഒരുമിച്ച് വന്നിട്ട് ഇങ്ങോട്ട് വരിക. ആ വരുന്ന സമയത്ത് നമ്മൾ ടൈമിംഗ് ക്ലിയർ ആക്കിക്കൊണ്ട് മറ്റേ കൈ ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ കൈയിലേക്ക് നേരെ വരും. ഫസ്റ്റ് ടൈമിലെ ഓവർ സ്പീഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പ്രയാസം ഉണ്ടാകും. താടിക്കൊക്കെ തട്ടിയിട്ട് പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സ്പീഡിൽ ചെയ്യരുത്, സാവധാനം വേണം ചെയ്യാൻ. കൈ ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ കൈയിലേക്ക് നേരെ വരും, അതിനാണ് ക്യാച്ച് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് കാര്യം. എന്നിട്ട് വേണ്ടത് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്ത ഉടനെ നമ്മൾ സ്റ്റിക്ക് നേരെ മുന്നോട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ പോകും, അതിൽ വിഷമിക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിലെടുത്തു റിലീസ് ചെയ്തിട്ട് നേരെ ബാക്കോട്ട് എടുക്കുക. ബാക്കോട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്പർ ചെയ്ത അതേ കാര്യം തന്നെ ചെയ്യുന്നത്. ഇവിടെ എടുത്ത് വെച്ച് ഈ രീതിയിൽ ചെയ്യുമ്പോൾ മറ്റേ കൈ നമ്മൾ ഈ കൈ ഇവിടെ ക്യാച്ച് ചെയ്ത് റിലീസ് ചെയ്ത കൈ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ ക്യാച്ച് കഴിഞ്ഞാൽ ആ കൈ ടൈമിംഗ് ക്ലിയർ ആകണം. ഫസ്റ്റ് സാവധാനം കളിച്ചെടുത്ത് ക്ലിയർ ആയതിനു ശേഷം സ്പീഡപ്പ് ആക്കാൻ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ക്യാച്ച് ചെയ്യാൻ കഴിയുക. ക്യാച്ച് ഈ ഒരു രീതിയിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സാവധാനം കൊണ്ടുവന്ന് ക്ലിയർ ആക്കി എടുക്കുക. ഫസ്റ്റ് മൂവ് ഇതാണ്. ഇനി രണ്ടാമത്തെ മൂവ് എന്നുള്ളത്, ഇപ്പോൾ ഈ ചെയ്ത മൂവിന്റെ നേരെ റിവേഴ്സ്. നമ്മൾ ഇങ്ങോട്ട് എടുത്തതിന് പകരം നേരെ തിരിച്ചു വരും. വന്ന വഴി തിരിച്ചു പറയുന്ന പോലെ തന്നെ നേരെ തിരിച്ചു പോവുക. കൈ ഇവിടെ വെച്ച കൈ അങ്ങോട്ട് ഓപ്പൺ ആക്കി വെച്ച കൈയാണ്. ഓക്കെ, അങ്ങോട്ട് ഓപ്പൺ ആക്കി വെച്ച കൈയായിരുന്നു. അത് തിരിച്ചു വരുന്ന സമയത്ത് കൈ നേരെ തിരിച്ചിങ്ങോട്ട് എടുക്കുക. ആ കൈയിലേക്ക് തന്നെ തിരിച്ചു വരും. എന്നിട്ട് അത് റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്തതിനു ശേഷം ലെഫ്റ്റ് ഹാൻഡും പ്രാക്ടീസ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് പ്രാക്ടീസ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡബിൾ നെഞ്ചൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഡിഫിക്കൽട്ട് ടാസ്ക് ആയി മാറും. അതില്ലാതിരിക്കാൻ വേണ്ടി രണ്ട് ഹാൻഡിലും പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മൂവ്, ദെൻ സെക്കൻഡ് മൂവ്, ഓക്കെ, ദെൻ തേർഡ് മൂവ്. നമ്മൾ ഈ ക്യാച്ച് ചെയ്ത നെഞ്ചാക്ക്, ഈ അടിയിലെ നെഞ്ചാക്ക് റിലീസ് ചെയ്തതിനു ശേഷം ഇവിടെ നിർത്താൻ കഴിയണം. ഓക്കെ, 1 2 then 3.
ഇതിൽ നിർത്താൻ കഴിയണം. ഇത് സ്പീഡപ്പ് ആക്കി ചെയ്താൽ ഇപ്പോൾ വന്നതുപോലെ വന്ന് ആടിയിട്ട് നേരെ താടിക്ക് തട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാവധാനം വേണം തുടങ്ങാൻ. ക്ലിയർ ആയതിനു ശേഷം മാത്രം സ്പീഡപ്പ് ആക്കി എടുക്കുക. 3. ദെൻ 4th നമ്പർ എന്നുള്ളത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നെഞ്ചക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയണം. അതിന് വേണ്ടതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ക്യാച്ച് കൈ കൊണ്ടുവരുന്ന ആ ടൈമിംഗ് ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനും ടൈമിംഗ് ക്ലിയർ ആക്കണം. നേരെ കൈ ഇങ്ങോട്ട് ഈ സ്റ്റിക്ക് നെഞ്ചൊക്കെ കൊണ്ട് വരുന്ന സമയത്ത് കൈ ക്ലോസ് ചെയ്യുക. സാവധാനം പ്രാക്ടീസ് ചെയ്ത് സ്പീഡപ്പ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ചെയ്ത കാര്യം ഇതാണ്. 1 2 3 4. ഇനി ഒരുപാട് അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരുപാട് സ്കില്ലുകൾ പഠിക്കാനുണ്ട്. പക്ഷെ ഈ ഒരു 4 കാര്യം നിങ്ങൾ ഈസി ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബേസിക് വീഡിയോ ഉണ്ട്. അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഞ്ചൊക്കിൻ്റെ ഒരുപാട് സ്കില്ലുകളുണ്ട്, റിസ്ട്രോളിൻ്റെ ഒരുപാട് കോമ്പിനേഷനുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നെഞ്ചൊക്കിൻ്റെത് ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു കാര്യം ക്ലിയർ ആക്കി എടുക്കണം എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് വീണ്ടും പറയുന്നു, പുതിയ ചാനലാണ്, പുതിയ വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതൊരു തൽക്കാലം ഗുഡ് ബൈ.